പനികൾ പലതരം എനിക്ക് വന്നിട്ടുണ്ട്. ചുമയോട് കൂടിയ പനി, തലവേദനയോട് കൂടിയ പനി, ഛർദിയോട് കൂടിയ പനി, അങ്ങനെ പലതും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ എന്താ? അതാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്കെന്നല്ല, ഈ വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നേ. ഇതുപോലൊരു പനി ഇവിടെ ആർക്കും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ഒരുപോലെ സൈഡായി എന്ന് പറയാം. കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു ഭയങ്കര കഷ്ടം കേട്ടോ. നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല. മക്കളെങ്ങനെ സഹിച്ചു എന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇന്നാണ് ചെറുതായിട്ടെങ്കിലും എനിക്കൊന്ന് തല പൊക്കാൻ കഴിഞ്ഞത് കേട്ടോ. മുടിയിൽ ചീർപ്പ് തട്ടിയിട്ട് 3-4 ദിവസമായി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ പാടും മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞിട്ട് മുടി ഒന്ന് പൊക്കി കെട്ടുന്നുണ്ട്. ചെറിയൊരു പന്തിന്റെ വലിപ്പത്തിലായിരുന്നു ഇന്നത്തെ മുടിക്കെട്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ കമ്മലൊക്കെ ഒന്ന് ഊരി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നഖമൊന്ന് മുറിക്കണം, കുഞ്ഞുങ്ങളത് മുറിച്ചു കൊടുക്കാനുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ചെറിയ രീതിയിൽ ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അനിയനായിരുന്നു ആദ്യം പനി വന്നത്. അവൻ്റെ പുറകെ തന്നെ കുഞ്ഞുങ്ങൾക്കായി, പിന്നെ അമ്മയ്ക്കായി, പിന്നെ എനിക്കായി. ഏട്ടന് പനി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. തുമ്മലും ചീറ്റിലും തൊണ്ടവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏട്ടൻ എപ്പോഴാണാവോ? ഏട്ടനും കൂടെ തളർന്നു പോയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം കട്ട പുകയായേനെ. ഞാൻ നഖം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുവിനെ പിടിച്ചിരുത്തി നഖം വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പുവിന് പിന്നെ കയ്യിൽ നഖമൊന്നും വളർന്നിട്ടില്ല. അമ്മയടക്കം എല്ലാവരും പനി പിടിച്ച് ഒരു മൂലയിലായതുകൊണ്ട് തന്നെ അലക്കലൊക്കെ പെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ എല്ലാം കൂടെ വാരിപ്പെറുക്കി അമ്മ അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ അനിയൻ ദേ അപ്പുറം വയലിൽ പായെല്ലാം വിരിച്ചിടുന്നുണ്ട്. വയലിലാവുമ്പോൾ പായയിൽ എല്ലാ തുണികളും ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പുറം വയലിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്. അങ്ങനെ അമ്മയും അനിയനും കൂടെ അതേ തുണിയെല്ലാം അവിടെ വിരിച്ചിടാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. വയലിലൊരു പോത്തുംകുട്ടം നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ തുണീൻ്റെ അടുത്തൊന്നും ആശാൻ എത്തൂല. തുണി വിരിച്ചിടാൻ ഞാനും കൂടെ ചെന്നപ്പോൾ അമ്മ അതുപോലെ തന്നെ ഓടിച്ചു വിട്ടിട്ടോ. എനിക്ക് ചെറിയ രീതിയിൽ തലവേദനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വെയിലത്ത് നിന്നിട്ട് തുണി വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പണി പിന്നെയും പാളെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമ്മ എന്നെ ഓടിച്ചു വിട്ടത്. പിന്നെ ദേ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ പോത്തുകളും പശുക്കളൊക്കെ ആയിരിക്കും കേട്ടോ. ഫുൾ വയലാണല്ലോ. പിന്നെ ഞാൻ നേരെ പല്ല് തേക്കാനാണ് പോയത്. പല്ല് തേച്ചിട്ടുണ്ടായില്ല. പല്ല് മര്യാദയ്ക്ക് തേച്ചിട്ടും 4-5 ദിവസമായി. ഈ ഒരു പനി പിടിച്ചപ്പോൾ പല്ല് വരെ വേദനിക്കാൻ തുടങ്ങി കേട്ടോ. ബ്രെഡ് പോലും എനിക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും പല്ല് വേദനയൊന്നും കുറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് പനി വരുമ്പോൾ പല്ല് വേദനയും കൂടെ വരുന്നത്. പല്ലെന്ന് പറയുമ്പോൾ ഒരു പല്ലൊന്നുമല്ല, നമ്മുടെ മുഴുവൻ പല്ലും വേദനിക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പോത്തുംകുട്ടന്മാരൊക്കെ അതേ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ചോറും അതുപോലെ തന്നെ ചമ്മന്തിയും ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് അങ്ങനെ കാര്യമായിട്ട് ഒന്നും അങ്ങോട്ട് ഉണ്ടാക്കലില്ല. കാരണം ആർക്കും വയ്യ, ആർക്കൊന്നും കഴിക്കാനും വേണ്ട, അങ്ങനത്തെയൊക്കെ അവസ്ഥയാണല്ലോ. അപ്പം നല്ല എരിവിലും പുളിയിലൊക്കെ അമ്മ ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. വടുകയും കൊണ്ടാട്ടമുളകും ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ. ഞാൻ പിന്നെ ചോറെടുത്തില്ല. കുറച്ച് ചോറിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ചവച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ചമ്മന്തി മാത്രമേ എടുത്തുള്ളൂ. വടുകയാണെങ്കിലും കടിക്കാൻ പറ്റുന്നില്ല. പല്ല് ഭയങ്കര വേദനയാണ്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പനി വരുമ്പോൾ പല്ല് മുഴുവൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എടുത്ത കഞ്ഞി മുഴുവനായിട്ട് ഞാൻ എന്തായാലും കഴിക്കില്ല കേട്ടോ. ഇത് തന്നെ മരുന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുടിക്കുകയാണ്. നല്ല മാങ്ങയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയാന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചമ്മന്തിയാണെങ്കിലും എനിക്കൊരു ടേസ്റ്റും അറിയുന്നില്ല കേട്ടോ. വായല രുചിയെല്ലാം പോയി കിടക്കുകയാണ്. അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് പൊന്തിയതുകൊണ്ടാണ് അമ്മ ഓരോ ജോലികളൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചമ്മന്തിയും കൂട്ടിയിട്ട് കഞ്ഞി അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അമ്മത് മാങ്ങട്ട് അരച്ചതാണോ തേങ്ങട്ട് അരച്ചതാണോ, ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ. പിന്നൊരു പേരിന് കഴിക്കുന്നു എന്ന് മാത്രം. ഇനി എൻ്റെ വായന്റെ രുചിയൊക്കെ എപ്പോൾ തിരിച്ച് കിട്ടുമോ ആവോ. നമ്മുടെ കുഞ്ഞും അപ്പും ചെറിയ രീതിയിലെങ്കിലും ഓക്കെ ആയിട്ടുണ്ട്. അവർ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ആശ്വാസം. കുറച്ച് കൂട്ടുകാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി പനി കുറഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഓക്കെ ആയി വന്നിട്ടുണ്ട്. പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബൈ ബൈ, സീ യു.